പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ തൃശ്ശൂരിൽ കോർപ്പറേഷന് മുന്നിൽ UDF കൗൺസിലർമാരുടെ പ്രതിഷേധം നടക്കുകയാണ്. നമ്മൾ കണ്ടു, MG റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി ബൈക്ക് വെട്ടിച്ചു മാറ്റുന്ന ഒരു യുവാവിൻ്റെ ദാരുണാന്ത്യം നമ്മൾ കണ്ട് ഞെട്ടിയതാണ്. വിശ്വനായിരുന്നു അവൻ്റെ പേര്. യുവാവ് മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം. പ്രതീകാത്മകമായി ഒരു ശവമഞ്ചം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കൊണ്ടുവച്ച് കറുപ്പണിഞ്ഞാണ് ആ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാകുന്നത്. MG റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട യുവാവ് മരിച്ച സംഭവത്തിലാണ് ആ പ്രതിഷേധം നടക്കുന്നത്. ആ റോഡിൽ ആ കുഴിയിൽ അതിൽ എത്ര പ്രതിഷേധിച്ചാലും ആ പ്രതിഷേധം കുറയില്ല. ഇന്നലെ BJPയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു, അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അവിടെ ആ കുഴി ദീർഘനാളായി അവിടെ ആ കുഴിയിൽ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. അവിടെ നേരത്തെയും വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും 10 മെറ്റൽ വാരിയിട്ട് ആ കുഴി അടയ്ക്കാൻ തയ്യാറാവാത്ത നീക്കത്തിനെതിരെയാണ് ആ പ്രതിഷേധമുള്ളത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, എത്ര പ്രതിഷേധമുണ്ടായാലും, എത്ര പ്രതീകാത്മക പ്രതിഷേധമുണ്ടായാലും അവിടെ ഉണ്ടായ ദാരുണ സംഭവത്തിന് അതൊന്നും അധികമല്ല. സൂരജ്. ഹഷ്മി, തീർച്ചയായും. പക്ഷേ ഇവിടെ പ്രതിഷേധം കടുപ്പിക്കുന്നു ഓരോ ദിവസവും ചെല്ലുന്തോറും എന്നുള്ളതാണ്. പ്രതിപക്ഷമാകട്ടെ സമരത്തിൽ നിന്ന് പിന്മാറുന്നില്ല. നഷ്ടപ്പെട്ട ജീവൻ, അതിന്റെ വില മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് തന്നെ പ്രതിപക്ഷം പോകുന്നു. ഇന്നലെ BJPയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും എല്ലാം സമരം കണ്ടതാണ്. ഇന്നലെ രാവിലെ കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചു. തൊട്ടു പിന്നാലെ BJP ആകട്ടെ പ്രതീകാത്മക സമരവുമായി രംഗത്തെത്തി. ഇന്ന് വീണ്ടും UDF കൗൺസിലർമാർ ശവമഞ്ച എന്തിക്കൊണ്ടുള്ള ഒരു പ്രതീകാത്മക സമരത്തിലേക്കാണ് കടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് MG റോഡിലെ കുഴിയിൽ വീണ ഒരു യുവാവിന് ജീവൻ നഷ്ടമായത്. അത് പൂങ്കുന്നം സ്വദേശിയായിട്ടുള്ള യുവാവായിരുന്നു. അതിൽ ഇപ്പോഴും കോർപ്പറേഷന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ട്. കോർപ്പറേഷൻ അധികൃതർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഏത് കാലമാണ് ഇങ്ങനെ ഈ തുടർ സമരങ്ങളിലേക്ക് പോകുന്നത്? ഇവിടെ ഒരു വിഷ്ണു ദത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മരണത്തിൽ മേയർ ഇന്നലെ അഭിമുഖത്തിൽ പറഞ്ഞ മറുപടിയാണ് ഞങ്ങൾ വീണ്ടും സമരങ്ങളിലേക്ക് പോകുന്നത്. കാരണം തങ്ങൾക്ക് പറ്റിയ തെറ്റ് അത് തിരുത്തിക്കൊണ്ട് നഗരങ്ങളിലെ കുഴിയടയ്ക്കാനുള്ള ഒരു പ്രവണതയല്ല, മറിച്ച് മേയർ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേട്ടു കാണും. എന്താ മേയർ പറഞ്ഞത്? അദ്ദേഹം കുഴിയിൽ വീണിട്ടല്ല മരിച്ചത്, കുഴി കണ്ടപ്പോൾ വണ്ടി തെറ്റിച്ചുകൊണ്ട് ബസ്സിനടിയിലേക്ക് പോയെന്ന്. അപ്പോൾ മേയർ തന്നെ അതിൽ പ്രസ്താവിക്കുന്നുണ്ട് കുഴി ഉണ്ടായിരുന്നു എന്നുള്ളത്. മേയർ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, കുഴി കണ്ടപ്പോൾ അത് വണ്ടി തെറ്റിച്ച് ബസ്സിനടിയിലേക്ക് പോയി എന്നുള്ളത്. അപ്പോൾ കുഴി ഉണ്ട് എന്നുള്ളത് മേയർ പ്രസ്താവിക്കുന്നു. എന്നാൽ മേയർ പറയുന്ന മറ്റൊരു നുണ, മേയറെ ശരിക്കും പറയുകയാണെങ്കിൽ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കണം. മേയർ പറയാണ് കൗൺസിലർമാർ കത്ത് കൊടുത്തില്ല എന്നുള്ളത്. ഒരു നഗരപിതാവിന് ചേർന്ന ഭാഷയാണോ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്? ഒരു നഗരപിതാവ് കൗൺസിലർമാർ കത്ത് നൽകിയില്ല എന്നുള്ള ഒരു നുണ, അതൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യം പറയുകയാണ്. മാത്രമല്ല, ഇവിടെ ഈ ഇരിക്കുന്ന കൗൺസിലർമാർ അടക്കമുള്ള ആളുകൾ സഞ്ചരിക്കുന്ന റോഡുകളുടെ ചിത്രങ്ങൾ എന്തിനേറെ ഇവിടെയുള്ളവർ ശക്തൻ സ്റ്റാൻഡിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അഗാധ ഗർത്തങ്ങളാണ് റോഡിലുള്ളത്. ഇത്തരം കാര്യങ്ങൾ ഉറപ്പായും അതിൽ വലിയ പ്രതിഷേധം, രാഷ്ട്രീയ ഭേദമന്യേ വലിയ പ്രതിഷേധം ഉയരേണ്ട ഒരു സംഭവമായി പോയി. അത് അവിടെ വിഷ്ണുദത്ത് എന്ന് പറയുന്ന യുവാവ് അങ്ങനെ ചുമ്മാ വെറുതെ എങ്ങനെയോ മരിച്ചു പോയതല്ല, ഭരണകൂട അനാസ്ഥയുടെ രക്തസാക്ഷിയായി മരിച്ചു പോയതാണ്. റോഡിൽ കണ്ട കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി ബൈക്ക് വെട്ടിച്ചു മാറ്റുന്നതിനിടയിൽ അപകടം സംഭവിച്ചതാണ്. ഇനി ആ കുഴിയിലേക്ക് ബൈക്ക് ഇറക്കാം എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ അപകടം ഉറപ്പായിരുന്നു. രണ്ടാണെങ്കിലും അപകടം ഉറപ്പായിരുന്നു. അപ്പോൾ ഭരണകൂട അനാസ്ഥയുടെ ഇരയാണ് വിഷ്ണുദത്ത്. അതിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവട്ടെ.